ഇതിൽ പറയുന്ന തീയതി പ്രകാരം നാളെയാണ് നിങ്ങളുടെ കല്യാണ ദിവസം അല്ലേ? അതെ മോളെ. എന്തോ വലിയ ബോംബ് കൊണ്ടുവരുന്ന പോലെ വന്നത് ഇതിനായിരുന്നോ? രഹസ്യം രഹസ്യം എന്ന് കേട്ടപ്പോ വേറെ എന്തൊക്കെയോ ആണെന്ന് കരുതി. നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാ ഏട്ടാന്ന് ശ്രീകരനോട് പറഞ്ഞപ്പോ ഞാനും പെട്ടെന്ന് എന്തൊക്കെയോ ആലോചിച്ചു പോയി. ഏട്ടാ, എന്താ അവനി? ഞാൻ അനന്തരവളായിട്ട് ഇങ്ങോട്ട് കാലെടുത്ത് വെച്ച സമയത്ത് അമ്മയുടെ അച്ഛനെയും കല്യാണ ദിവസത്തെ പറ്റി അറിയാൻ പറ്റിയതുകൊണ്ട് നാളെ ഇവരുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം. ശരി അവനി, താൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അമ്മയുടെ അഭിപ്രായം എന്താ? അച്ഛാ, എന്ത് തോന്നുന്നു? ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞാ നീ അടങ്ങി നിൽക്കൂ. എന്റെ ചേച്ചിമാരുടെയും അനിയത്തിയുടെ ഒക്കെ അഭിപ്രായം എന്താ? പൃഥ്വിരാജേട്ടനും മൂത്തളിനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ എല്ലാവരും നിന്റെ ആരാന്നൊക്കെ നീ ഇങ്ങനെ എപ്പോഴും വിളിച്ചു പറഞ്ഞ് ഓർമ്മിപ്പിക്കണമെന്നില്ല. നിനക്ക് തോന്നിയ ആലോചന മറ്റാർക്കും ഇവിടെ തോന്നിയില്ല മോളെ. എന്തായാലും ബന്ധങ്ങൾക്ക് നീ വലിയ വില കൊടുക്കുന്നുണ്ട്. ആ ലഗ്നപത്രിക ആവിനെ കാണുന്നതിന് മുന്നേ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ ആവിനെ പോലെ പറയായിരുന്നു അച്ഛാ. ഏട്ടാ, അച്ഛനമ്മമാരുടെ ആനിവേഴ്സറി വേറെ ലെവലായിരിക്കണം. ജീവിതകാലം മുഴുവനും അത് ഓർമ്മയുണ്ടായിരിക്കണം. കേട്ടില്ലേ? ശരി അവനി, പറഞ്ഞു കഴിഞ്ഞില്ലേ? ചെയ്തോളൂന്നേ. ഞാൻ കൈ പിടിച്ചപ്പോഴേക്ക് നിനക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലേ? എന്നെ താലി കെട്ടിയതാണെന്ന് സത്യം അറിഞ്ഞ ചങ്കുപൊട്ടി ചാകൂല്ലോ. മാരേജ് സർട്ടിഫിക്കറ്റ് ആവനിയുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അത്ര രഹസ്യമായിട്ട് ഇതെവിടെയാ കുടുങ്ങിയത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷത്തിന് ശേഷം ഞങ്ങളുടെ അനന്തരവള് അതിന്റെ ആഘോഷം നടത്തിയ കാര്യം സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞോളാം മോളെ. അവനീ അനന്തരവളായി നമ്മുടെ വീട്ടില് കാലെടുത്ത് വെച്ചിട്ട് ഈ വീടിനെന്തോ തെളിച്ചം വന്ന പോലെ തോന്നുന്നുണ്ടല്ലേ ഏട്ടാ? അതേ വേദ, ഓരോ കൂട്ടത്തിലെ പക്ഷിയും ആ കൂട്ടത്തിലെ ചേരുമെന്ന് പറയും പോലെ നമ്മുടെ അനന്തരവളും നമ്മുടെ കൂട്ടത്തിലെത്തി. ആവനി എല്ലാവരെയും കുറിച്ചും ആലോചിക്കുന്നവള്. ആവശ്യമില്ലാതെ വസന്തയും കൂട്ടരും വല്ലതും പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കരുത് വേദ. അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയോ ഏട്ടാ? രാവിലെ തന്നെ പൂജാമുറിയിൽ വലിഞ്ഞു കയറി അമ്മയ്ക്ക് പകരമായി പൂജാമുറിയൊക്കെ വൃത്തിയാക്കി ഇവിടെ ഒരു പേരുണ്ടാക്കിയിട്ടുണ്ട്. അച്ഛന്റെ അമ്മയുടെയും കല്യാണ ആനിവേഴ്സറി നാളെ നടത്തുമെന്നും പറഞ്ഞ ആ പേര് ഒന്നുകൂടെ അങ്ങ് വലുതാക്കി. എന്നിട്ടിപ്പോ പാലം പിടിച്ചോണ്ട് പോന്ന കണ്ടില്ലേ? നല്ലതിന് നല്ലതെന്ന് പറയും, ദോഷം കണ്ട അതും പറയും. എല്ലാവരും നമ്മുടെ കുട്ടികളല്ലേ. അകത്തേക്ക് വന്നോട്ടെ അമ്മേ. വാ മോളെ. ഇതാ അമ്മേ. നീ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യുന്നേ? എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ നിങ്ങളെ കാണുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെനിക്കൊരു ബുദ്ധിമുട്ടല്ല അച്ഛാ. ഞാനിങ്ങനെ പറയാൻ പാടില്ലാത്തതാ. സന്ദർഭം വന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ എന്റെയും ശ്രീകരേട്ടന്റെയും കല്യാണം നടത്തണമെന്ന് കരുതി. എന്നെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ ശ്രീകരേട്ടൻ എന്നെ സ്നേഹിച്ചു. ജാതകം ചേരാതെ ഞങ്ങളുടെ കല്യാണം നടക്കാതെ പോയി. നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ പാദസേവ ചെയ്ത് ജീവിക്കില്ലായിരുന്നു. എന്റെ അമ്മോ, ഈ ആവനി എന്റെ കല്യാണത്തിന് കർട്ടൻ ഇടുവല്ലോ.
എന്നോട് എപ്പോ എന്ത് കാര്യം പറയാനാണെങ്കിലും നിങ്ങൾ പിറകോട്ട് നിൽക്കരുത്, ഒരു മടിയും കാണിക്കരുത്, കേട്ടില്ലേ? ശരി മോളെ. ശരി, എടുത്തോളൂ. പെർഫോമൻസ് ഒന്ന് നിർത്ത മോളെ, എന്നിട്ട് പുറത്തിറങ്ങി വാ. മോളെ അവനി, എന്താ അച്ഛാ? നിന്നെ കാണുമ്പോ ശരിക്കും എന്റെ അനിയത്തി സുഭദ്രയെ പോലെ തന്നെയുണ്ട് മോളെ. അവളുടെ എല്ലാ ലക്ഷണങ്ങളും നിനക്കുണ്ട്. എന്നിട്ട് ഇത്രയും കാലം ഇതൊന്നും മനസ്സിലായില്ലല്ലോ. നിന്നെ ആദ്യമായി കണ്ടപ്പോ തന്നെ ഈ ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നതാ. ഇപ്പോഴത് പറയാൻ പറ്റിയത് മോളെ. അതെന്തായാലും വളരെ നന്നായി. എനിക്ക് നിങ്ങളോട് ചേച്ചി പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ബഹുമാനമായിരുന്നു അച്ഛാ. നമുക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം എനിക്കിടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. ഈ രക്തബന്ധത്തെക്കുറിച്ച് ചേച്ചി പറഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായത്. മോളെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ അച്ഛാ, മടിക്കുന്ന എന്തിനാ? നിനക്ക് എന്ത് വേണമെന്ന് പറ, അത് ചെയ്തു തരാം. എനിക്ക് കുടുംബം മാത്രം മതി അച്ഛാ, മറ്റൊന്നും തന്നെ ആവശ്യമില്ല. അങ്ങനെ പറയരുത്, എന്തെങ്കിലും ചോദിക്കുക. സുഭദ്രയോട് കാണിച്ച അനീതി കുറച്ചെങ്കിലും പരിഹരിച്ചതായിട്ട് തോന്നുന്നു. ദൈവത്തിന്റെ വിളി വന്നു. അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് പോയി. അതില് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അച്ഛാ. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചോദിക്കും മോളെ. ഞാൻ ചോദിക്കാം, എനിക്ക് വേണ്ടി നിങ്ങൾക്കത് ചെയ്യാൻ കഴിയോ? ചെയ്യാം മോളെ. എന്ത് കാര്യമാണെങ്കിലും ചെയ്യോ? മോള് ചോദിക്ക്, പറ്റിയില്ലെങ്കി അപ്പൊ പറയാലോ. താലിയുടെ കാര്യം പറയാൻ വേണ്ടി പതുക്കെ റൂട്ടുണ്ടാക്കൂ ഇവള്. ദൈവമേ, ഇതിന് ചില്ലറ ബുദ്ധിയല്ലല്ലോ. ചോദിക്കും മോളെ. അത് ധൈര്യമായിട്ട് ചോദിക്ക്. രണ്ടുപേരും എന്റെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് നിൽക്കുക. കല്യാണക്കാര്യം പറഞ്ഞാലോ? ഡൗട്ട് വേണ്ട, പറയാൻ പോകുമോ? ചോദിച്ചോളൂ. അതെന്താണെന്ന് വെച്ചാ, സമയമാകുമ്പോ ഞാൻ ഉറപ്പായിട്ടും ചോദിച്ചോളാം. അയ്യോ, പക്ഷെ ഞാനത് ചോദിക്കുമ്പോ എതിര് പറയില്ലെന്ന എന്റെ വിശ്വാസം. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. എന്നാലത് ഇപ്പൊ ചോദിച്ചോളൂ മോളെ. ഇപ്പൊ ചോദിക്കില്ല. നിങ്ങളെ അവള് മെന്റലി പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുക. ചില കാര്യങ്ങള് കൃത്യമായ സമയത്ത് കൃത്യമായ മുഹൂർത്തത്തിൽ ചോദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ചോദിച്ചോളാം. നീ എന്ത് ഞങ്ങളോട് ചോദിച്ചാലും തീർച്ചയായിട്ടും ഞങ്ങൾ നീതി കാണിക്കും. നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. താങ്ക് യു അച്ഛാ. ശരി അമ്മേ, പിന്നെ വരാം. അനന്തരവളാണെന്ന് തിരിച്ചറിഞ്ഞ സമയം തൊട്ട് വല്ലാതെ നല്ല കുട്ടി ആവുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിധത്തിൽ പണി കൊടുത്തില്ലെങ്കിൽ ഇവളുടെ സ്പീഡിന് ബ്രേക്ക് ഇടാൻ പറ്റാതാവും. ഹനുമാൻ സ്വാമി ലങ്ക ചുട്ടെരിച്ചതുപോലെ അവനി എന്റെ ജീവിതം ചുട്ടെരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഉടനെ ആവിനിയെ പെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. ചെയ്യാം. അവനി, എന്ത് ചെയ്യാ ചേച്ചി? അവിടെ നിന്റെ അവസ്ഥ എന്താ മോളെ? പുതിയ ഈ പേരും അതിരുകളൊന്നും തന്നെ ഇല്ലാത്ത ഈ ബന്ധമൊക്കെ ഒരു രസമുണ്ട്. അമ്മായി, അമ്മാവൻ, ഏട്ടൻ, അളിയൻ, ചേച്ചി, ചേട്ടൻ തുടങ്ങിയ എല്ലാവരിൽ നിന്നും നമ്മൾ ഒരുപാട് കാലമായി അകന്നു നിന്നതല്ലേ. ഇപ്പൊ എല്ലാരും ഇങ്ങനൊക്കെ വിളിക്കാൻ പറ്റുമ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം പോലെ. ഇതിനു മുമ്പ് എനിക്കെന്തോ എല്ലാം ഒരു വെപ്രാളം പോലെയായിരുന്നു. ഇപ്പൊ ഞാൻ നല്ല ധൈര്യത്തോടെ ചേച്ചി നിൽക്കുന്നേ.
ഇവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ വളരെ സ്നേഹത്തോടെ ചേച്ചി നോക്കുന്നത്. നോക്കാവനി, ധൈര്യം തോന്നുന്നുണ്ട്, ധൈര്യത്തോടെ നിൽക്കുന്നത് എന്നൊക്കെ നീ കരുതുന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ധൈര്യം എപ്പോഴാ തോന്നുക? ശ്രീകർ നിന്റെ ഭർത്താവാണെന്നുള്ള കാര്യം എല്ലാവരും അറിയുമ്പോ. അങ്ങനെ അറിയുന്ന ദിവസം വരുമ്പോ എനിക്കും ധൈര്യത്തോടെ നിൽക്കാൻ പറ്റി സന്തോഷവും തോന്നും. ആ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ ചേച്ചി നമ്മൾ എത്രയോ കാലമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്. ആ ദിവസം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് എന്റെ മനസ്സിനിപ്പോ തോന്നുന്നുണ്ട് ചേച്ചി. ആ, ഞാൻ വിളിച്ചത് എന്തിനാണെന്നോ, നാളെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികം. ചേച്ചി സൗമ്യം കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വരണം. അമ്മ തന്നെ ചേച്ചി വിളിക്കാൻ പറഞ്ഞ്. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് പറയുന്ന പോലെ അവരുടെ വാർഷികത്തിന് ഞാൻ എന്തിനാ വരുന്നേ? ഞാൻ വരുന്നില്ല. വാ ചേച്ചി. അവനി ഞാൻ അങ്ങോട്ട് വന്നാ പിന്നെ എനിക്ക് നിന്നെ അവിടുത്തെ മരുമകളായിട്ട് കാണാൻ തോന്നും, അനന്തരവളായിട്ടല്ല. ശ്രീകറിന്റെ ഭാര്യയാകുന്നുള്ള ധൈര്യത്തില് ആ നിഹാരിക ഓരോന്ന് കാണിക്കുമ്പോ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വരില്ല അവനി. എനിക്ക് ദേഷ്യം വന്നാ ചിലപ്പോ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി എടുത്ത് ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തെന്ന് വരും. ശ്രീകറിന് നിനക്കുള്ള അത്രേ ക്ഷമയൊന്നും എനിക്കില്ല. അല്ലെങ്കിലും നീ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയത് ആ വീട്ടിലുള്ളവരുടെ വിവാഹ വാർഷികം നടത്താനോ ആഘോഷിക്കാനോ ഒന്നും അല്ല. നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് എല്ലാവരും അറിയാൻ വേണ്ടത് ചെയ്യ്. എന്നോടൊന്നും തോന്നരുത്. ചേച്ചി എന്തു പറഞ്ഞാലും അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. എന്റെ നല്ലതിനു വേണ്ടിയല്ലേ ചേച്ചി. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്തോ തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞോളാം. എന്നാ വെക്കട്ടെ ചേച്ചി. ശരി, നാളെ നിങ്ങളുടെ കല്യാണക്കാര്യം അറിഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണം ആഘോഷമായിട്ട് നടക്കണം. അപ്പൊ ഞാൻ വരാം. എന്റെ മോനും മരുമോനും നിങ്ങളെ ഒന്ന് കണ്ട് എമൗണ്ട് കളക്ട് ചെയ്തോളും കേട്ടോ. ഓക്കെ ചന്ദ്രമോഹൻ സാറേ, വയ്ക്കട്ടെ. ഒന്ന് തന്നിരുന്നു. ദാ കണ്ടില്ലേ ഗ്ലാസ്? എന്നും ഞാനല്ലേ കൊണ്ടുവരാറ്. ഇന്ന് ആവനി പാല് കൊണ്ടുവന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. നിഹാരിക പാല് കൊണ്ടുവരുമെന്ന് ആവനിയോട് പറഞ്ഞൂടായിരുന്നോ? കൊണ്ടുവന്ന നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ മോളെ. അതും സത്യം അച്ഛാ, അവൾക്ക് വിഷമാവും. ഇനി പാല് കൊണ്ടുവരണ്ടെന്ന് നിന്നോട് ഞാൻ പറയണമെന്ന് കരുതിയതാ മോളെ. സംസാരിച്ചിരുന്ന് മറന്നുപോയി. അനന്തരവളോടുള്ള സ്നേഹം വല്ലാതെ അങ്ങ് കൂടുന്നുണ്ട്. ഭാവി മരുമകൾക്ക് കിട്ടുന്ന ഫോക്കസ് കുറയുന്നുണ്ട്. ഇങ്ങനത്തെ മാറ്റം എന്റെ ഫ്യൂച്ചറിനെ വല്ലാതെ ബാധിക്കുമല്ലോ. നീ എന്താ ആലോചിക്കുന്ന മോളെ? ആ അയ്യോ, ഒന്നുമില്ലമ്മേ. ആ, എന്നാ പിന്നെ ഈ പാല് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ? വയറ് നിറഞ്ഞിരിക്കാം മോളെ, ഒന്നും തോന്നരുത്, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഇതിലൊക്കെ ഇപ്പൊ എനിക്ക് എന്ത് തോന്നാനാ അമ്മേ? ഞാൻ മരുമകളാകാൻ പോകുന്നവളോ, അവളോ അനന്തരവളോ? ആരാണെങ്കിലും ശരി, അമ്മയ്ക്ക് നല്ലത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അതെ മോളെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് രണ്ട് കണ്ണുകളെ പോലെയാ. എന്താണെങ്കിലും ആവനി വളരെ നല്ല കുട്ടിയാ. നിങ്ങളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാ. അങ്ങനെയുള്ള ആവനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളിപ്പോ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എന്തെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയേ. എനിക്ക് തോന്നുന്നത് ആകെ ഒരു കാര്യം അച്ഛാ. പണത്തെക്കാളും പൊന്നിനേക്കാളും തങ്കം പോലത്തെ ഒരു ജീവിതം നൽകുന്നതായിരിക്കും ഉത്തമം. ഒരു ചെറിയ ഐഡിയ പറയാം. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ നടത്താം, അല്ലെങ്കിൽ അത് വിട്ടേക്കാം. ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി ആലോചിക്കുന്ന നീ പറയുന്ന ആശയം നടത്താൻ പറ്റുന്ന ഒന്നായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. നീ പറയുമോളെ. നാളെ നിങ്ങളുടെ വാർഷിക. ഞങ്ങളുടെ കണ്ണില് നിങ്ങൾ പാർവതി പരമേശ്വരന്മാരെ പോലെയാ. അതുകൊണ്ട് ഇതിനേക്കാളും നല്ലൊരു ദിവസം ഇനി ഉണ്ടാവില്ലല്ലോ. ഇതുപോലൊരു ശുഭസന്ദർഭത്തില് സന്തോഷകരമായ ഒരു സമയത്ത് വികാസിനെ വിളിപ്പിച്ചിട്ട് ആവനിയുടെയും വികാസിന്റെയും റിംഗ് എക്സ്ചേഞ്ച് നടത്താം.
ആ, എന്തായാലും ഇത് ഉറപ്പിച്ചതാ. നിശ്ചയം പോലെ എന്തെങ്കിലും നമ്മളൊന്ന് നടത്തിയെന്ന് വെച്ചോ, എന്റെയും ശ്രീകരേട്ടന്റെയും പാതി കല്യാണം കഴിഞ്ഞതുപോലെ അവരുടെയും പാതി കല്യാണം അങ്ങ് കഴിഞ്ഞോളും. കല്യാണത്തിന്റെ ഒരുക്കം തുടങ്ങിയതുപോലെ ആവും. കല്യാണത്തിന്റെ മുഹൂർത്തം പിന്നീട് കുറിച്ചാ മതിയല്ലോ. ആ, ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാ, നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ആവനിയുടെ ശ്രീകരേട്ടന്റെയും പേരില് എന്തൊക്കെയോ ചില റൂമേഴ്സ് ഒക്കെ ഇപ്പോഴും പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ വാ അടപ്പിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാളെ കൊണ്ടും റിംഗ് എക്സ്ചേഞ്ച് നടത്താനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങള് നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ മുതിർന്നവരാ, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അങ്ങനെ നടത്താം. വളരെ നല്ല ആശയം മോളെ. അവളുടെ ജീവിതത്തില് നല്ലത് നടക്കാൻ വേണ്ടി ഒരു ആശയം പറഞ്ഞു. എന്തിനാ അത് വേണ്ടെന്ന് വെക്കുന്നത്? അതെ മോളെ, ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചതേയില്ല. നിനക്ക് എത്ര വലിയ മനസ്സാണെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. താങ്ക് യു അച്ഛാ. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചു പറയാം. ആ, ഇപ്പൊ അത് വേണ്ടമ്മേ. അതെന്താ? നാളെ നിങ്ങളുടെ വാർഷികമാണെന്ന് ആവനി നിങ്ങൾക്ക് സർപ്രൈസ് തന്നതുപോലെ അവസാന നിമിഷത്തില് നമുക്കും ആവനിക്കൊരു സർപ്രൈസ് കൊടുക്കാം. റിംഗ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു മെന്റൽ പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടേ മോളെ? ആവനി എന്ത് സംഭവിച്ചാലും അതിന് പ്രിപ്പയർഡ് ആണല്ലോ അച്ഛാ. ശരി മോളെ, നീ പറഞ്ഞതുപോലെ ചെയ്യാം. ആ, ശരി അച്ഛാ. എന്തൊക്കെ സംഭവിച്ചാലും ആവനി ഈ കാര്യം അറിയാനേ പാടില്ല. ശരി. ഇത്ര നല്ലൊരു കുട്ടിയെ ലഭിച്ചത് ഭാഗ്യ നമ്മുടെ. അതെ വേദ. അവനി, നാളെ എന്റെ സാഡിസ്റ്റ് വിക്കി ആയിട്ട് എല്ലാവരുടെ മുമ്പില് നിന്റെ റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏട്ടനിത് എങ്ങോട്ട് പോയി? കുറച്ച് സ്ഥലകാല ബോധമൊക്കെ ഉണ്ടാവുന്നത് നല്ലതായിട്ടാ. ആരെങ്കിലും ഇത് കണ്ടാലോ? ഇവിടുത്തെ അനന്തരവളാണെന്ന് അറിഞ്ഞ ശേഷമേ എന്റെ മുറപ്പെണ്ണ് പൂർണ്ണമായിട്ടും എന്നെ ശ്രദ്ധിക്കുന്നത് നിർത്തിയിരിക്കുക. അയ്യോ പാവം. എപ്പോ നോക്കിയാലും അച്ഛാ അമ്മയെന്നൊക്കെ വിളിച്ച് അവരുടെ പിന്നാലെ തന്നെ നടക്കുക. എന്നെ അങ്ങനെ വിളിക്കുമ്പോ എനിക്ക് എന്ത് സന്തോഷം തോന്നിട്ടെന്നറിയോ? ജാതകത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ മരുമകളാക്കി സ്വീകരിക്കാൻ അവര് തയ്യാറായില്ലെങ്കിലും അമ്മാവനും അമ്മായിയും വളരെ നല്ലവരായിട്ടാ. നല്ല ഭർത്താവിനെയും നല്ല കുടുംബത്തിനെയും വരം പോലെ പ്രസാദിച്ച ആ ദൈവത്തിന് ജാതകം മാത്രം വരം തരാൻ തോന്നിയില്ല. ആ, ഒരു കാര്യം പറയട്ടെ ഏട്ടാ. ഇതിനു മുമ്പ് പല സന്ദർഭത്തിലും കളവ് പറഞ്ഞപ്പോഴും വിഷമം തോന്നിയിരുന്നെങ്കിലും അത് പെട്ടെന്ന് തീരുമായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാവരും ഞാൻ ഈ കുടുംബത്തിലുള്ളതാണെന്ന് അറിഞ്ഞതിന് ശേഷവും ഒരു സത്യം ഇങ്ങനെ മറച്ചു പിടിച്ച് കള്ളം പറഞ്ഞ് ജീവിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. മറ്റാർക്കും ദോഷമില്ലാത്ത കളവ് തെറ്റല്ല അവനി. ഇനി അതാലോചിച്ച് താ മനസ്സ് വേദനിപ്പിക്കണ്ട, കേട്ടല്ലോ. ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്. പക്ഷേ എനിക്കത് പറയാൻ തോന്നില്ല. എന്താ അത്? നിഹാരിക്ക് ഒരു നല്ല കുട്ടിയായിരുന്നെങ്കിൽ ഒന്ന് പറയന്റെ മുറപ്പെണ്ണേ. ചിലപ്പോ നിങ്ങളെ ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തേനെ. താങ്ക് ഗോഡ്. എനിക്ക് കുറച്ച് ഭാഗ്യമുള്ളോണ്ടേ നിഹാരിക നല്ല കുട്ടിയല്ല. അമ്മോ, നിങ്ങള് പെണ്ണുങ്ങളുടെ ചിന്തയൊന്നും ശരിയല്ല. നിങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്ത് ചരിത്രത്തിന്റെ ഭാഗമാകും. എന്ന ആണുങ്ങളോ നട്ട ഭ്രാന്തും പിടിച്ച് റോഡിലൂടെ പാട്ടും പാടി നടക്കും. അതുപോട്ടെ, എന്നാലും താങ്കൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മാഡം?
എന്തോ എനിക്കങ്ങനെ തോന്നി. തൽക്കാലമേ ഇനി വേറൊന്നും ആലോചിക്കല്ലേ കേട്ടോ. താൻ എന്റെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ ലൈഫ് ഇപ്പൊ ഉണ്ടല്ലോ വട്ട പൂജ്യമായനെ. ഞാൻ ഇല്ലാതായ നിങ്ങൾ എന്നെ ശരിക്കും മിസ് ചെയ്യോ? ഞാൻ പിന്നെ ജീവിക്കില്ല. എന്നോട് അങ്ങനൊന്നും പറയരുതേട്ടാ. അതാ സത്യം. എന്നെ നിങ്ങളിങ്ങനെ ജീവനോളം സ്നേഹിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക്സ് മാത്രമേ ഉള്ളൂ? വേറെ എന്താ വേണ്ടത്? അതിപ്പോ അയ്യോ, നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാൻ നിക്കല്ലേ ഏട്ടാ. വീടേട്ടാ, അവിടെ വിവാഹ വാർഷികത്തിന്റെ ഒരുപാട് പണികൾ എനിക്ക് ബാക്കിയുണ്ട്. വീടേട്ടോ, വീട്. ഏയ് അവനി 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 തന്നെ പോലൊരു മരുമോള് വേറെ ഒരു വീട്ടിലും കാണില്ല. ഞാനും എന്റെ കുടുംബവും എന്തൊക്കെയോ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അമ്മയും അച്ഛനും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. അമ്മയുടെ കല്യാണ വാർഷികം, അച്ഛൻ്റെ കല്യാണ വാർഷികം, ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ഒരുങ്ങേണം. അവരിതുവരെ റെഡി ആയിട്ടില്ല പൃഥ്വിരാജളിയ. നമ്മൾ പോയിട്ട് വേണം അവരെ റെഡിയാക്കാൻ. നിഹാരിക മോളെ, ഒന്ന് വേഗം വാ. ശ്രീകരേട്ടാ, ഒന്ന് വേഗം വരുന്നുണ്ടോ? ഈ പുതിയ വിളി കേൾക്കുമ്പോ ചെവിക്കൊരു ചൊറിച്ചിൽ പോലെയാ. അതെന്താ വലിയേട്ട അങ്ങനെ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ഒന്ന് വിളിക്കുമ്പോ അതിന്റെ ഫീൽ ഒന്ന് വേറെയാ. നിനക്ക് ഫീലൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്കാകെ എരിഞ്ഞങ്ങോട്ട് കയറുവാ. ആണോ? എന്നാ പോയി ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിച്ചോ. തർക്കുത്തരം പറച്ചിൽ കൂടിയിട്ടുണ്ടല്ലോ. ആഹാ, എന്റെ കുഞ്ഞനുജത്തി കാവ്യോട് എനിക്ക് ഇത്ര പോലെ സ്വാതന്ത്ര്യം കാണിച്ചൂടെ? കൂടാതെ ഇന്ന് അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികമാ. സൂപ്പറായിട്ട് നടത്താം, ആഘോഷാക്കി മാറ്റാം.